നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുൻ മന്ത്രി AC മൊയ്തീനെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പല സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട്. കരുവന്നൂർ ബാങ്ക് കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കോലഴി സതീശനുമായി മൊയ്തീൻ അടുത്ത ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. മൊയ്തീന്റെ ബാങ്ക് നിക്ഷേപം അത് ED ഇടപെട്ട് മരവിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഹൈക്കോടതി ആ നടപടി റദ്ദു ചെയ്തു. എന്തായാലും ഈ സമയങ്ങളിലൊക്കെ മൊയ്തീനെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വന്നു. ഈ അടുത്ത ദിവസം ചേലക്കരയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PV അൻവർ വിളിച്ച ഒരു പ്രസ് മീറ്റിൽ ഒരു ഉന്നതനെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ ചോദിച്ചു എന്ന ഒരു ആരോപണം AC മൊയ്തീനെതിരെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു പോയതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞതാണ്. ഇനിയും പലതും പറയാനുണ്ട്. പക്ഷേ ആ വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് 2017 വരന്തരപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിലത് പറയാനുണ്ട്. 549/2017 2017 AC മൊയ്തീൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് വരന്തരപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ദിവ്യ ഗോപിനാഥിനെ AC മൊയ്തീൻ എന്ന് പറയുന്ന മന്ത്രിയുടെ, വ്യവസായ വകുപ്പ് മന്ത്രിയുടെ PA ആണെന്ന് പറഞ്ഞ് നിജോ തോമസ് എന്ന് പറയുന്ന ഒരാൾ വിളിക്കുന്ന സമയത്ത് ദിവ്യ ഗോപിനാഥിന് അറിയില്ല ഇത് നിജോ തോമസ് ആണെന്നുള്ളത്. നിജോ തോമസ് വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ഞാൻ മന്ത്രിയുടെ PA ആണ്, PS കുമാറാണ് വിളിക്കുന്നത്, മന്ത്രിയുടെ PA ആണ്. രചന ഹോട്ടലിന്റെ NOC എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം. മന്ത്രി പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ ഹോട്ടലിന്റെ ഓണർ വന്ന് കണ്ടോളും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് NOC കൊടുക്കുക. അതായത് ബീർ വൈൻ പാർലറുമായി ബന്ധപ്പെട്ട് അതിന് 3 സ്റ്റാർ പദവി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ആ ഫോൺ കോൾ. ദിവ്യ ഗോപിനാഥിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ തോന്നി. അവർ പോലീസിനെ സമീപിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ AC മൊയ്തീന്റെ PA ആയിട്ടുള്ള PS കുമാർ, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതി അദ്ദേഹം പിന്നീട് പോലീസിന് കൊടുത്ത മൊഴി എന്റെ പക്കലുണ്ട്. ആ പരാതിയിൽ പറയുന്ന, അല്ലെങ്കിൽ ആ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ഞാൻ ബഹുമാനപ്പെട്ട കേരള വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നു. നിജോ തോമസ് എന്നു പേരുള്ള ഒരു വ്യക്തി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ദിവ്യ ഗോപിനാഥിനെ ഫോണിൽ വിളിച്ച് ഇവിടെ AC മൊയ്തീന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്ന് പരിചയപ്പെടുത്തി രചന ഹോട്ടലിന് 3 സ്റ്റാർ പദവി ലഭിക്കുന്നതിന് വേണ്ട NOC കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. അതായത് ഈ രചന ഹോട്ടലിന്റെ ഉടമ ദിവ്യ ഗോപിനാഥിനെ വീട്ടിൽ വന്ന് കണ്ടോളും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു. അങ്ങനെ ഇവിടെ രചന ഹോട്ടലിനു വേണ്ടി വഴിവിട്ട ചില ഇടപാടുകൾ നടത്തി. ദിവ്യ ഗോപിനാഥ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥയ്ക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തു. അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പരാതിയുണ്ട്. ഈ ഒരു കാര്യം കാണിച്ച് ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ ഭാഗമായി വരന്തരപ്പള്ളി SI എന്നെ വിളിച്ചതനുസരിച്ച് ഞാൻ തന്ന മൊഴിയാണിത്, ഞാൻ ഫോണിലാണ് ഈ മൊഴി തരുന്നത് എന്ന് അദ്ദേഹം പറയുന്ന ഒരു മൊഴിയും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പക്കലുണ്ട്. സർട്ടിഫൈഡ് കോപ്പി ഇരിങ്ങാലക്കുട കോടതിയിൽ നിന്നാണ് എടുത്തത്. അതോടൊപ്പം തന്നെ ഇവിടെ ദിവ്യ ഗോപിനാഥ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറും മൊഴി കൊടുത്തിട്ടുണ്ട്. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് എന്നെ നിജോ തോമസ് വിളിച്ച നമ്പർ ആ മൊഴിയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. വിളിച്ചു, ഇങ്ങനെ രചന ഹോട്ടലിന്റെ 3 സ്റ്റാർ പദവി അത് അനുവദിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ NOC കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, SIയുടെ മുന്നിലാണ് ഉള്ളത്. എന്നെ ഇപ്പോൾ കാണിച്ച വ്യക്തി തന്നെയാണ് എന്നെ വിളിച്ചത്. നിജോ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ വിളിച്ചത്. പോലീസ് എന്തായാലും ആ വിളിച്ച ഫോണും അതുപോലെ തന്നെ സിമ്മും ഒക്കെ ബന്ദോബസ്തിൽ എടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ദിവ്യ ഗോപിനാഥും ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. 2017 ക്രൈം നമ്പർ 549 പ്രകാരം കേരള പോലീസ് എടുത്ത ഒരു കേസ്, ബഹുമാനപ്പെട്ട കേരള വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസ്. ഈ കേസ് ഇപ്പോൾ എവിടെയാണ്? ഈ കേസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്?
ഈ കേസ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ, അതോ കുറ്റപത്രം കൊടുത്തോ, പ്രതികളെ അറസ്റ്റ് ചെയ്തോ, പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചോ, ഇവിടെ പരാതിക്കാർക്ക് നീതി ലഭിച്ചോ എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൊണ്ടെത്തിച്ചത് ഞെട്ടിക്കുന്ന ചില വസ്തുതകളിലേക്കാണ്. 2017 പോലീസ് എടുത്ത കേസ് അന്വേഷിച്ച് പോലീസ് 2018 തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ കേസ് സെറ്റിൽ ചെയ്ത് പ്രതികളെ സഹായിക്കുന്ന ഒരു നിലപാട് AC മൊയ്തീന്റെ PA ആയിട്ടുള്ള കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ആർക്കു വേണ്ടിയാണ് കുമാർ ഈ ഒരു കേസ് അവസാനിപ്പിച്ചത്? സാധാരണ രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പരാതിക്കാരായിട്ടുള്ള കേസുകൾ വരുമ്പോൾ അങ്ങനെ ആ കേസ് പിൻവലിക്കാൻ കഴിയില്ല, ആ കേസ് അവസാനിപ്പിക്കാൻ കഴിയില്ല, ആ കേസ് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. എന്നാൽ 2023 കുമാർ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ കേസ് പാർട്ടികൾക്കിടയിലുള്ള ഈ പ്രശ്നം സോൾവ് ചെയ്തു, സെറ്റിൽ ചെയ്തു, കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരിക്കുന്നു. ഒരു മന്ത്രിയുടെ PA ആയി പ്രവർത്തിച്ചിരുന്ന വ്യക്തി. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് AC മൊയ്തീൻ MLA-യുടെ PA ആയി കുമാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ്. ദീർഘകാലം MLA-യുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഒക്കെ PA ആയിരുന്ന വ്യക്തിയാണ്. AC മൊയ്തീൻ നേരത്തെ MLA ആയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ PA ആയി പ്രവർത്തിച്ചിരുന്നത് കുമാറാണ്. മന്ത്രിയായി 5 വർഷക്കാലവും കുമാറാണ് മൊയ്തീന്റെ PA. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്തെങ്ങാനും വല്ല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ മൊയ്തീനോടൊപ്പം മൊയ്തീന്റെ നിഴലായി പ്രവർത്തിക്കുന്ന കുമാറിന് എന്തു പറ്റി? കുമാർ എന്തിനാണ് ഹൈക്കോടതി മുമ്പാകെ ഇത്തരത്തിലൊരു അഫിഡവിറ്റ് സമർപ്പിച്ചത്? ആരെയാണ് സഹായിച്ചത്? ആരെയാണ് സംരക്ഷിച്ചത്? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അവരെ കൈക്കൂലി തന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇവിടെ അനധികൃതമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. മന്ത്രിയുടെ PA ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, ആൾമാറാട്ടം നടത്തി എന്നൊക്കെ പറഞ്ഞൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ കുമാറിനും പരാതിയുണ്ട്. കുമാർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വരന്തരപ്പള്ളി SI കുമാരനെ വിളിച്ചു ഫോണിൽ മൊഴിയെടുത്തു. പോലീസ് അന്വേഷിച്ചു, ഫോണും സിമ്മും ഒക്കെ ബന്ദോബസ്തിലെടുത്തു. വലിയ ഗൂഢാലോചന നടന്ന ഒരു കേസാണ്. ഈ കേസിലാണ് പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ പിന്നീട് കുമാർ പ്രത്യക്ഷപ്പെട്ടത്, അങ്ങനെ പ്രവർത്തിച്ചത്. തീർച്ചയായും ഗൂഢാലോചന അന്വേഷിച്ചില്ല. ഗൂഢാലോചന പോട്ടെ, യഥാർത്ഥത്തിൽ ഇവിടെ അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ. ഈ നിജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കി പിന്നീട് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഈ നിജോ ഹൈക്കോടതിയിൽ ഈ കേസ് കോഷ് ചെയ്യുന്നതിന് വേണ്ടി പോയ സമയത്ത്, ഈ FIR റദ്ദു ചെയ്യുന്നതിന് വേണ്ടി പോയ സമയത്ത് എന്തിനാണ് കുമാർ സഹായിച്ചത്? AC മൊയ്തീൻ അറിയാതെ കുമാറിന് നിജോയെ സഹായിക്കാൻ കഴിയുമോ? ആരാണ് നിജോ തോമസ്? നിജോ തോമസും AC മൊയ്തീനും തമ്മിലുള്ള ബന്ധം എന്താണ്? ആരാണ് ഇവിടെ കേരളത്തിലെ കുറുവാ സംഘം? ഇവിടെ കുറുവാ സംഘങ്ങളെ പോലെ കേരളത്തെ കട്ടുമുടിക്കുന്നത് ആരാണ്? തൃശൂർ കേന്ദ്രീകരിച്ച് നിരവധി ആരോപണങ്ങൾ AC മൊയ്തീനെതിരെ ഈ സമീപകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് കെട്ടിട പെർമിറ്റുകളുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ, അനൂപ് കാട എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പല ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും അതുപോലെ തന്നെ പല ആരോപണങ്ങളും ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ അനൂപ് കാടയ്ക്ക് കൗൺസിലർ ആണെങ്കിൽ പോലും കോർപ്പറേഷൻ ഉള്ളിലേക്ക് പ്രവേശനമില്ല, വിലക്കേർപ്പെടുത്തി പുതിയ മേയർ എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അനൂപ് കാട ഇടപെട്ട് പല വിഷയങ്ങളും പല അഴിമതികളും നടത്തിയിട്ടുണ്ട്. ഈ അഴിമതികളൊക്കെ പലപ്പോഴും മൊയ്തീന്റെ പേരുപയോഗിച്ചാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു കൂട്ടുകെട്ടിലെ ഒരു കണ്ണി മാത്രമാണ് നിജോ തോമസ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി കണ്ണിയാണെങ്കിലും അല്ലെങ്കിലും AC മൊയ്തീന്റെ പേര് ഉപയോഗിച്ച് അല്ലെങ്കിൽ AC മൊയ്തീന്റെ PA-യുടെ പേരുപയോഗിച്ച് ഒരു വലിയ വെട്ടിപ്പിന് ശ്രമം നടന്നു. ഒരു ബാർ ഹോട്ടലിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ 3 സ്റ്റാർ പദവി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള NOC കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തി. ബാർ ഹോട്ടലുമായി ബന്ധപ്പെട്ട് NOC കൊടുക്കുന്നതിന് മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ PA ആണെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഏകദേശം എത്ര ലക്ഷം രൂപയോളം തട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അത്തരത്തിൽ മന്ത്രിയുടെയും മന്ത്രിയുടെ ഓഫീസിന്റെയും PA-യുടെയും ഒക്കെ പേര് പറഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ച പ്രതിയെ എന്തിനാണ് PA സംരക്ഷിച്ചത്? വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ദിവ്യ ഗോപിനാഥിന് ഈ വിഷയത്തിൽ പരാതിയില്ലേ? അവർക്ക് പരാതിയുണ്ടോ? അക്കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. AC മൊയ്തീനുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോഴും
കൃത്യമായ തെളിവുകളില്ലാതെ പല ആരോപണങ്ങളും പാളിപ്പോയിട്ടുണ്ട്, ചീറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല. കൃത്യമായ രേഖകൾ സഹിതമാണ് ഈ ഒരു വിവരം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും മൊയ്തീന്റെ അനുമതി ഇല്ലാതെയാണ് ഇത് നടന്നിട്ടുള്ളതെങ്കിൽ, സർക്കാർ അറിയാതെയാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ പരാതിക്കാരായിട്ടുള്ള ഒരു കേസ് അവസാനിപ്പിച്ചത് എങ്കിൽ അക്കാര്യം അത് മനസ്സിലാക്കേണ്ടതുണ്ട്, അത് പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആരാണ് ഇവിടെ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്? ആ പ്രോസിക്യൂട്ടർ ആരാണ് GP എന്ന കാര്യം കൂടെ വ്യക്തമാകേണ്ടതുണ്ട്. പല കാര്യങ്ങളും ഇവിടെ ഈ അഫിഡവിറ്റിലും അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടൊന്നും പല കാര്യങ്ങളും വ്യക്തമല്ല. പല കാര്യങ്ങളും ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഹൈഡ് ചെയ്ത കാര്യങ്ങൾ എന്തായാലും അത് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇത് ഒരുപാട് കാലങ്ങളായി നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു തട്ടിപ്പ് ഒരിക്കൽ മാത്രം അത് പിടിക്കപ്പെട്ടു. പലപ്പോഴും പല കാര്യങ്ങളും പൂഴ്ത്തിവെച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും അവർക്കൊരു പാളിച്ച സംഭവിക്കും. ഒരു ചെറിയ തെളിവ് തീർച്ചയായും അത് അവശേഷിച്ചിരിക്കും. ആ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് തയ്യാറാകണം. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പണം തട്ടുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു പുനരന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ പറയുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.